ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു കിടിലൻ മന്തി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. മട്ടൺ മന്തി എങ്ങനെയാണ് വീട്ടിൽ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ മട്ടൺ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ മന്തി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല കമൻസൊക്കെ വന്നിട്ടുള്ളൊരു റെസിപ്പിയായിരുന്നു അത്. അപ്പോൾ അന്നത്തെ ആ ചിക്കൻ മന്തിയുടെ സെയിം റെസിപ്പിനെയാണ് മട്ടൻ മന്തി ഉണ്ടാക്കാനും ഫോളോ ചെയ്യുന്നത്. പിന്നെ കുറച്ച് വ്യത്യാസം വരുത്തിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടൻക്കും ചിക്കൻക്കും വ്യത്യസ്ത വേവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മട്ടൻ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോ മട്ടനാണ് കേട്ടോ. 1/2 കിലോ മട്ടൻ വെച്ചിട്ടുള്ള മട്ടൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ധാരാളമാണ്, കുറേ മട്ടൻ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ ബിരിയാണിയിലേക്ക് കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് വലുപ്പത്തിലുള്ള മീഡിയം സൈസ് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. വലിയൊരു പീസ് മട്ടൻ്റെ കഷ്ണം വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാകുമ്പോൾ വലിയൊരു പീസായിരിക്കും. നമുക്കിപ്പം ഒരു ബിരിയാണിയിലോട്ടൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു പരുവത്തിലുള്ള വലിയൊരു മീഡിയം സൈസ് പീസ് മതി. ഇനി അതിൻ്റെ കൂടെ 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. സവോള അങ്ങനെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, 2 ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയല്ല, കുരുമുളക് ഒന്നാകെ എടുത്തിട്ടുള്ളത്. പിന്നെ 3-4 ഏലയ്ക്ക, കറുവപ്പട്ട, പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയല്ല കേട്ടോ, പച്ചമല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി പ്രഷർ കുക്കറിലേക്ക് ഈ മട്ടൻ്റെ കൂടെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള മട്ടൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി. നമ്മളിപ്പം ഈ മട്ടൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെ സ്റ്റോക്ക് ഞാൻ കുറച്ച് മുമ്പത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ സ്റ്റോക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മട്ടൺ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. തക്കാളി ചേർത്തിട്ടില്ല കേട്ടോ മട്ടൺ സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോൾ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ ഞാൻ പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ 2 കാരണങ്ങളാണ്. ഒന്ന്, നമുക്ക് മട്ടൻ ഒന്ന് വെന്ത് കിട്ടണം. രണ്ടാമതായിട്ട് നമുക്ക് മട്ടൻ സ്റ്റോക്ക് വേണം. നമ്മൾ കഴിഞ്ഞ ചിക്കൻ മന്തി റെസിപ്പിയിൽ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ ഇവിടെ മട്ടൻ സ്റ്റോക്ക് നമ്മളിവിടെ റെഡിയാക്കുവാണ്. മട്ടൻ ഏതായാലും വേവിക്കണമല്ലോ. ഇനി നമ്മളത് മട്ടൻ അവിടെ വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളകും, 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, അതും പിന്നെ 1 ടേബിൾ സ്പൂണ് പച്ചമല്ലി മന്തിയിലോട്ട്, പ്രത്യേകിച്ച് മട്ടൻ മന്തിയിലോട്ടൊക്കെ നല്ലൊരു ഫ്ലേവറാണ്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ മാറ്റി വയ്ക്കുക. നമുക്കിത് മട്ടനിലേക്കും വേണം, അതുപോലെ മസാല റെഡിയാക്കുമ്പോഴും വേണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ അരി ഏതെടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സെല്ല റൈസാണ് നല്ലത്. സെല്ല ബസ്മതി റൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡുണ്ട്. അതാണ്. അങ്ങനത്തെ സെല്ല റൈസും സാദാ ബസ്മതി റൈസും വ്യത്യസ്തമാണ്. അപ്പോൾ സാദാ ബസ്മതി റൈസ് വെച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് ആ മന്തിയുടെ ശരിക്കുള്ള ടേസ്റ്റ് ഒന്നും കിട്ടണമെന്നില്ല. സെല്ല ബസ്മതി റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ബസ്മതി റൈസ് എടുക്കുമ്പോഴാണ് മന്തിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ബസ്മതി റൈസ് ഇതാ ഇതുപോലെ ഉണ്ടാവും. കുറച്ചുകൂടെ ഒരു മഞ്ഞ കളറായിരിക്കും. സാധാ ബസ്മതി റൈസ് വെള്ള കളറായിരിക്കുമല്ലോ, ഇത് മഞ്ഞ കളറായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരമൊന്നും ഇത് വെള്ളത്തിൽ കുതിർത്തൊന്നും വെക്കേണ്ട. ഒരു 15-20 മിനിറ്റ്, 20 മിനിറ്റിൽ കൂടുതലൊന്നും വെക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വേണം വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കാൻ. അതുപോലെ അരി വേവാനുള്ള വെള്ളം ഞാൻ അവിടെ വേറൊരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഒരുപാട് വെള്ളത്തിൽ അരി വേവിച്ചെടുക്കണം. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് തിളക്കട്ടെ.
അതുപോലെ നമ്മുടെ മട്ടൻ ഇവിടെ 2 വിസിൽ വന്ന ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ പ്രഷറൊക്കെ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രഷറൊക്കെ പോയ ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത് ഇത്രയും വെള്ളമുണ്ട്, സ്റ്റോക്ക് ഇത് അത്രയും ഉണ്ട്. മട്ടനൊക്കെ ഒരു പകുതി കുക്കായിട്ടുണ്ട്. നമുക്ക് പകുതി മാത്രമേ കുക്കാവാൻ പാടുള്ളൂ, ബാക്കി നമ്മൾ ഈ മന്തി റെഡിയാക്കുന്ന സമയത്ത് വേണം കുക്കാവാൻ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഇത് അരിപ്പയിലൂടെ ആ സ്റ്റോക്ക് മാത്രം എടുത്ത് മാറ്റുവാണ്. അത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. പിന്നെ മട്ടൻ്റെ വേവിനനുസരിച്ച് വേണം നമ്മളത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ചില മട്ടനക്ക് നല്ല വേവ് ഉണ്ടാവും. അതായത് ഇവിടുത്തെ മട്ടൻ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മട്ടന് 4 വിസിലൊക്കെ വന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ പകുതി വേവാവാൻ വേണ്ടിയിട്ട് 2 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ മട്ടൻ്റെ സ്റ്റോക്ക് ഒരു പാനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ മട്ടൺ സ്റ്റോക്ക് പുറത്തുനിന്ന്, മട്ടൺ സ്റ്റോക്കിൻ്റെ ക്യൂബ് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ ഒരു ക്യൂബൊക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്തായാലും നമുക്ക് മട്ടൺ എന്തായാലും വേവിച്ചെടുക്കണമല്ലോ. കാരണം മട്ടൺ നേരിട്ട് നമ്മൾ മന്തി ഉണ്ടാക്കാൻ വെക്കുകയാണെങ്കിൽ അത്ര വെന്ത് കിട്ടില്ല. ഈ ഒരു വേവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിന് മട്ടൺ എടുത്തിട്ട് ഇതുപോലെ അരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനുണ്ട്. മട്ടൺ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്കിലേക്ക് ഇത് അരിപ്പയിലൂടെ ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഉടച്ചിട്ട് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുക. മട്ടൺ സ്റ്റോക്കിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ചിലപ്പം ഇതിലായിരിക്കും ഉണ്ടാവുക. അപ്പം മാക്സിമം നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ നമ്മൾ സ്റ്റോക്കൊന്നും ചേർക്കുന്നില്ല, പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള സ്റ്റോക്കൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പം 4 ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഫ്രഷായിട്ട് മട്ടൺ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ മതി. ഒരുപാട് നേരമൊന്നും വെള്ളം വറ്റിച്ചെടുക്കേണ്ട. ബാക്കി നമ്മൾ മട്ടൺ വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അരി വേവിക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അരി വേവിക്കാനുള്ള വെള്ളത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ ജസ്റ്റ് അരി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ബാക്കി നമ്മളിപ്പോൾ ഇതിൽ ഈ മട്ടൻ മസാല ഉണ്ടല്ലോ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പം അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാ ബസ്മതി റൈസിനേക്കാളും കുറച്ചുകൂടെ വേവ് ഉണ്ടാവും ഈ സെല്ല ബസ്മതി റൈസിന്. അപ്പം വേവ് ഒരുപാട് കൂടി പോവരുത്. വേവൊക്കെ കറക്റ്റ് നോക്കുക. ഒരു 8-10 മിനിറ്റിനകത്ത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ സെല്ല ബസ്മതി റൈസ് കുക്കായി കിട്ടും. വല്ലാണ്ട് വെന്തുടയരുത്. എന്നൊരു പാക വേവിൽ നമ്മൾക്കിത് എടുത്തിട്ട് ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മട്ടൺ സ്റ്റോക്ക് ഇവിടെ ചെറുതായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇത്ര മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതവിടെ മാറ്റി വയ്ക്കാം. അപ്പം ഇനി നമുക്ക് മട്ടൺ മന്തി റെഡിയാക്കി എടുക്കാം. ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്തെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പം ഇനി മട്ടൺ മന്തി റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിന് മുമ്പ് മട്ടൺ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. നമ്മൾ നേരത്തെ ഒരു മസാല പൊടിച്ച് വെച്ചല്ലോ, മല്ലി, കുരുമുളക്, ചെറിയ ജീരകം, ഇതെല്ലാം കൂടി നമ്മൾ പൊടിച്ച് വെച്ചല്ലോ. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മട്ടനിലൊന്ന് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. അത് നിർബന്ധമില്ല. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ മട്ടനിൽ നല്ലൊരു മണവും ചെറുതായിട്ടൊക്കെ ഒരു ഫ്ലേവറൊക്കെ പിടിക്കും. അത്രയേ ഉള്ളൂ. ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ എക്സ്ട്രാ. അപ്പോൾ അത് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി മന്തി തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ വലിയൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കോൺ ഓയിലാണ്. ഞാനിപ്പോൾ ഇവിടെ കോൺ ഓയിലാണ് യൂസ് ചെയ്യാറ്, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ. വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവർ വരും. എന്നിട്ട് ഇത് ഓയിൽ ചൂടായ ശേഷം നമുക്കതിലേക്ക്
ചേർത്ത് കൊടുക്കാനുള്ളത് സവോള ഒരു ചെറിയൊരു സവോള എടുത്തിട്ട് ഇതുപോലെ വളരെ കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഞാൻ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞതായിട്ട് തന്നെ അരിയണം കേട്ടോ. നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സവോളയുടെ കഷ്ണങ്ങളൊക്കെ നമ്മുടെ ഈ മന്തിയിൽ കാണും. ഇത് കാണരുത്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ ഓയിലിൽ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ നല്ല വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു ഓട്ടപാത്രത്തിലേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവോളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി, സവോളയും തക്കാളിയും ഒരേ വലുപ്പത്തിലുള്ളത് എടുത്തോളൂ. അതും ഇതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മന്തീൻ്റെ റൈസ് കഴിക്കുമ്പോഴൊന്നും ഇത് ചേർത്തെന്ന് നമുക്ക് തോന്നാൻ പാടില്ല. അപ്പം ഇത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മട്ടന് കഴിക്കാനൊരു രുചി ഉണ്ടാവില്ല. മട്ടൻ കഴിക്കാൻ രുചി വേണമെങ്കിൽ കുറച്ച് സവോളയും കുറച്ച് തക്കാളിയും ചേർക്കണം, അത്രയേ ഉള്ളൂ. ചിക്കനിക്ക് പിന്നെ ആ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ മന്തിയിൽ ഇതൊന്നും ചേർക്കാഞ്ഞത്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു പൊടി ഒരു 3 ടീസ്പൂണോളം ഉണ്ടാവും. അത് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു ടേബിൾ സ്പൂണ് കുരുമുളക്, 1 ടേബിൾ സ്പൂണ് ജീരകം, 1 ടേബിൾ സ്പൂണ് പച്ചമല്ലി. ഇത് 3ഉം കൂടി പൊടിച്ചെടുത്ത പൊടിയാണ് നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു മണമായിരിക്കും വരിക ഇത് 3ഉം കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മട്ടൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തക്കാളിയുടെയും സവോളയുടെയും ഒക്കെ ആ ഒരു ഫ്ലേവർ ഈ മട്ടനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മട്ടനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു രുചിയായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ചിക്കൻ മന്തിയിൽ ചേർത്ത പോലെ തന്നെ ക്യാപ്സിക്കം ഒരു ചെറിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നല്ല കുഞ്ഞതായിട്ട് അരിയണം. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് ഒന്നാകെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1-2 ടീസ്പൂണ് ഏലക്ക, പിന്നെ ഒരു ഉണങ്ങിയ നാരങ്ങ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മട്ടൺ സ്റ്റോക്ക് ഒന്ന് വറ്റിച്ചെടുത്തല്ലോ, അതും കൂടി ചേർത്തിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ കിട്ടുന്ന മന്തിയിലേക്ക് കുറച്ച് കളറൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനിവിടെ കുറച്ച് ഓറഞ്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഓറഞ്ച് റെഡ് ഫുഡ് കളർ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ കേക്കിലേക്കൊക്കെ മിക്സ് ചെയ്യുന്ന കളറല്ല കേട്ടോ ചേർക്കാനുള്ളത്. അത് ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. കാരണം നമ്മളിതിലേക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള സ്റ്റോക്കൊന്നും ചേർക്കുന്നില്ലല്ലോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച സ്റ്റോക്കൊക്കെ ആകുമ്പോൾ അതിൽ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. മുകളിൽ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നാലേ മട്ടനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താണ്. എണ്ണ തെളിഞ്ഞ് വന്നിട്ടില്ല. അതുപോലെ മട്ടനൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. നമ്മൾ ഹാഫ് വേവിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ദമ്മിടുന്നതിന് മുമ്പ് ഒരു 1/4 വേവൊക്കെ ആവണം. എന്നാലേ നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് വേവായി കിട്ടുള്ളൂ. അപ്പോൾ ഇതവിടെ നമ്മുടെ മട്ടൻ മസാലയിൽ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് റൈസിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മളിങ്ങനെ എടുത്തിട്ട് ഒഴിച്ചാൽ തന്നെ നമുക്ക് കിട്ടും ആ എണ്ണ. മൊത്തത്തിൽ ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇതാ ഒരു 1/2 കപ്പോളം എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് റൈസ് ദമ്മിട്ട ശേഷം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്.
അപ്പം ഇവിടെ അതിൽ അത്യാവശ്യം ഗ്രേവി ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കൊന്നുമില്ല. നമ്മൾ നേരത്തെ നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ള അരി ഇതിൻ്റെ മുകളിൽ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറിപ്പം ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ദമ്മിട്ടിട്ടാണ് വേവാനുള്ളത്. ഇത് ഓട്ടപാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെന്ത ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ അത് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിലൊക്കെ ചെറിയൊരു ചുവപ്പ് കളറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനായിട്ട് നേരത്തെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ സാഫ്രൻ ഉണ്ടെങ്കിൽ അതും പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മഞ്ഞ കളറിന് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു യെല്ലോയിഷ് കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മഞ്ഞളാട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. സാഫ്രൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ. ഫ്ലെയിം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിൽ വെക്കരുത്, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി അലുമിനിയം ഫോയിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് അതിന് മുകളിൽ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യാൻ വിട്ടുപോകരുത്, അങ്ങനെ വരുമ്പോഴാണ് നന്നായിട്ട് അത് സ്റ്റീമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതാ ഫ്ലെയിം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 3/4 മുതൽ 1 മണിക്കൂർ വരെ ഇതേപോലെ ഫ്ലെയിം കുറച്ചിട്ട് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് വേണം നമ്മളത് തുറന്ന് നോക്കാൻ കേട്ടോ. എങ്ങനെയായാലും 1 മണിക്കൂർ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാൻ 1 മണിക്കൂർ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ദമ്മിട്ടു. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ തുറന്ന് നോക്കുന്നത്. നമ്മുടെ മട്ടൻ മന്തി റെഡി ആയിട്ടുണ്ട്. ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ആ സെയിം ടേസ്റ്റും ആ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ആ ഒരു റെഡ് കളർ കൊടുത്തുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന മന്തിക്ക് ആ ഒരു കളറാണല്ലോ കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു റൈസും ആ ഒരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മന്തി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എല്ലാം മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. അല്ലാണ്ട് ബിരിയാണി ദമ്മിൻ്റെ പോലെ നമ്മൾ സൈഡിൽ കുറച്ച് വൈറ്റ് റൈസ് അങ്ങനെ അല്ല കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യണം. അപ്പോഴാണ് ആ റൈസിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ മസാല സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല, എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ അലുമിനിയത്തിൻ്റെ ചെമ്പട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറച്ച് ഓയിൽ റൈസിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചില്ലേ, അപ്പോൾ അത്രയും മാറ്റി വെക്കേണ്ട. അത്യാവശ്യം ഓയിൽ താഴെ ഉണ്ടായിക്കോട്ടെ കേട്ടോ, എന്നാലേ അടിയിൽ പിടിക്കാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. നമ്മുടെ മട്ടൻ വെന്തിക്കണമെന്ന് നോക്കാം. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ആദ്യം കുറച്ച് ഞാൻ മാറ്റിയ ശേഷമാണ് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മട്ടൻ ആണെങ്കിലും അതുപോലെ റൈസ് ആണെങ്കിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിലും എത്രയോ ടേസ്റ്റിലാണ് ഈ ഒരു മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. എല്ലാവരും എന്തായാലും പിന്നെ വീട്ടിൽ നിന്ന് ഇതുപോലെ മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയുള്ളൂ. അത്രയും രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചറിലും പെർഫെക്റ്റ് ഇതിലൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് മട്ടനൊക്കെ. പിന്നെ മന്തിയുടെ കൂടെയുള്ള സൈഡ് ഡിഷ് ഞാൻ കഴിഞ്ഞ ചിക്കൻ മന്തി റെസിപ്പിയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. അതായത് 2 തക്കാളി, ഒരു 2 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ 2 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയൊരു പീസ് സവോള, എല്ലാം കൂടി ചോപ്പറിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു തക്കാളി കൊണ്ടുള്ള സൈഡ് ഡിഷും കൂടി ഉണ്ടാകുമ്പോഴാണ് ആ ഒരു മന്തി പെർഫെക്റ്റ് ആവുന്നത്. അതുപോലെ നമ്മുടെ മട്ടനൊക്കെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ തന്നെ ഈ ഒരു വേവാണ് നമുക്ക് വേണ്ടത് മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പം ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. വീണ്ടും പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കി നോക്കാനാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വ്ളോഗുമായിട്ട് വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.